എല്ലാവരെയും ക്ഷണിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സൗദി അറേബ്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശിയായ ശ്രീ MD സോമശേഖർ. അദ്ദേഹത്തിന്റെ സംഗീതപരമായ പ്രവർത്തനങ്ങൾ കാരുണ്യരംഗത്ത് മാത്രമല്ല, നല്ല സംഗീതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ, അതും സൗദി അറേബ്യ പോലെയുള്ള മഹാരാജ്യത്ത് ഒരു സംഗീതത്തിന്റെ ലോകത്ത് പ്രവർത്തിക്കാനായി കഴിയുക എന്നുള്ളത് ശ്രമവും ഭാഗ്യവുമാണ്. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകളിലേക്കും അദ്ദേഹം ലീവിന് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഈ അറ്റ്ലസ് ശുഭരാത്രിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതിനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറ്റ്ലസ് ശുഭരാത്രിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം. എത്ര വർഷമായിട്ടാണ് സൗദി അറേബ്യയിൽ? 10 കൊല്ലം. എവിടെ? സൗദി അറേബ്യയിൽ ദമാമിൽ, അൽഖോബാർ സിറ്റിയിലാണ്. സൗദി അറേബ്യയിലേക്ക് 10 വർഷത്തിന് പോകുന്നതിന് മുൻപ് സംഗീതത്തിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷമാണല്ലോ സൗദിയിലേക്ക് പോകുന്നതല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സംഗീത രംഗത്തേക്ക് വന്നത്? എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്തെ ആഗ്രഹം? ആക്ച്വലി 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ സ്കൂളിൽ പാടുന്നത്. അപ്പോൾ അത് സ്കൂളിൽ പാടിയപ്പോൾ എനിക്ക് അതിന് ഡിസ്ട്രിക്റ്റിലേക്ക് സെലക്ഷനായി. ഡിസ്ട്രിക്റ്റിൽ പോയപ്പോൾ എനിക്ക് അതിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ എന്നിട്ട് പിന്നെ തൃശ്ശൂരിലൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ദാസേട്ടനാണ് ആദ്യമായിട്ട് എനിക്ക് അതിൻ്റെ പ്രൈസ് തന്നത്. അപ്പോൾ അതാണ് എനിക്കുള്ള ആദ്യത്തെ ഇൻസ്പിറേഷൻ. കുറെ നാളുകളായിട്ടാണല്ലോ അല്ലേ കേരളത്തിലേക്ക് എത്തുന്നത്? ഇതേപോലെ ഒരു TV പരിപാടിയിൽ പങ്കെടുക്കുന്നതല്ലേ? ശുഭരാത്രി പോലെ. ആക്ച്വലി ഇവിടെ 10 കൊല്ലമായല്ലോ. ഇവിടെ ഇത്രയും ആക്റ്റീവ് ആവുന്ന സമയത്ത് ഞാൻ പോയി. അതെ. പിന്നെ ഞാൻ എവരി ഇയർ വരാറുണ്ട്. ലൈവ് പ്രോഗ്രാംസ് ഇങ്ങനെ കുറെ ചെയ്യാറുണ്ട്. പിന്നെ നാദബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഒരു മൃദംഗിസ്റ്റാണ്, ഗണേഷ് എന്ന് പറയും. പുള്ളി ഞാനും കൂടിയാണ് അത് ഓർഗനൈസ് ചെയ്തത് 88-ല്. പിന്നെ ഒരു ഏകദേശം ഒരു 2000-ഓളം സ്റ്റേജ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നാദബ്രഹ്മം എന്നുള്ളത് നല്ലൊരു ഗാനമേള ഗ്രൂപ്പാണ്. ഇപ്പോഴും അത് സ്പെഷ്യലൈസ്ഡ് ഫോർ ഡിവോഷണൽ സോങ്സ്. ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടുന്ന ആദ്യത്തെ പാട്ട് ഏതാണ്? അത് ശരിക്കും സിനിമാ പാട്ടാണ്. അത് ദേവരാജ മാഷേലുള്ള ആകാശദീപമേ എന്നുള്ള പഴയ അതാണ് ആദ്യം. ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലരുകൾ കരയുമീ മണ്ണിൽ വരൂ, ഒരു തരിവെട്ടം പകർന്നു പോകൂ. ആകാശദീപമേ കണ്ണില്ലെങ്കിലും കരളില്ലയോ കൺമണിയൻ ദുഃഖമറിയില്ലയോ, അകലെയാണെങ്കിലും ആത്മാവു കൊണ്ടവൾ അലയുമെൻ ഗാനങ്ങൾ കേൾക്കില്ലയോ. ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലരുകൾ കരയുമീ മണ്ണിൽ വരൂ, ഒരു തരിവെട്ടം പകർന്നു പോകൂ. ആകാശദീപമേ അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ, അതിനു പല്ലവി പാടുകില്ലേ. അന്ത്യഗാനം കേൾക്കാൻ നീ വരില്ലേ,
ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ അലരുകൾക്കറിയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ ആകാശദീപമേ. അറ്റ്ലസ് ശുഭരാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി സൗദി അറേബ്യയിൽ ദമാമിൽ ജോലി ചെയ്യുന്ന ദമാമിലാണ് അദ്ദേഹത്തിന്റെ ആ സംഗീതം നമ്മൾ ആസ്വദിച്ചു. ബ്രേക്കിന് ശേഷം വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. സൗദി അറേബ്യയിലെ പ്രവർത്തനങ്ങൾ, സൗദി അറേബ്യയിലെ ഈ കാലഘട്ടത്തിലെ ജീവിതം. സൗദി അറേബ്യ കുറച്ച് മറ്റ് രാജ്യങ്ങളെ വെച്ച് കുറച്ച് നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാമെന്ന് വെച്ചാലും മലയാളികൾ എവിടെ ചെന്നാലും അവർക്കൊരു കൂട്ടായ്മ, പിന്നെ ഈ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരുപാട് സംഘടനകളുണ്ട്, നല്ല നല്ല ഓർഗനൈസേഷൻസ്. അവരുടെ തർക്കമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുപോയി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നല്ല ഒരു എക്സ്പീരിയൻസ്. ദാസേട്ടൻ വന്നു 2 പ്രാവശ്യം, പിന്നെ ജയേട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പം അടുത്ത് ശ്രീചേട്ടൻ വരണ്ടായി. ഇവരുടെയൊക്കെ കൂടെ എനിക്ക് അതൊക്കെ ഞാനാണ് കൂടുതൽ ഓർക്കസ്ട്രയും കോർഡിനേഷനും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ കലാഭവൻ മണി വന്നിട്ട് ഇതുപോലെ പുള്ളിയും പാട്ട് നന്നായിട്ട് പാടുമല്ലോ. പുള്ളിയുടെ വേദിയിൽ പിന്നെ മറ്റ് പുള്ളിയുടെ പാട്ടുകളല്ലാതെ വ്യത്യസ്തമായിട്ട് സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് ഞാനാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇനി പാടുന്ന പാട്ട് രണ്ടാമതായിട്ട് പാടാം. അടുത്ത് കണ്ണുനീർ മുത്തുമായി എന്നുള്ള ദാസന്റെ പഴയ പാട്ട്. അവിടെയാകുമ്പോഴും ഇതേപോലെ പഴയ മെലഡീസ് ആണല്ലേ ഏറ്റവും കൂടുതലായിട്ട് പാടാനും കേൾക്കാനും അല്ലേ? പക്ഷെ അവിടെ ഞാൻ പഴയ ഗാനങ്ങളാണ് പാടാറുള്ളത്, പക്ഷെ അവിടെ പുതിയ ഗാനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതിപ്പോഴത്തെ ഒരു ജനറേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മളെ തഴയുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അയ്യോ എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ ഗായകനാണ്, എന്നാൽ പുതിയത് പാടാൻ വെച്ചപ്പോ എനിക്കത് എന്തോ. പക്ഷേ ഇവിടേക്ക് വരുന്ന പല പല റിക്വസ്റ്റുകളിലും മറുനാട്ടിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് പഴയ കാലത്തെ നിന്നാണ്. ഏത് കാലഘട്ടത്തിലെ ഒരു അന്വേഷണം പരിശോധിച്ചു കഴിഞ്ഞാലും പഴയ കാലത്തെ സോങ്സ്. അപ്പൊ അങ്ങനെ ഒരു ധാരണ ഉള്ളിലുണ്ടായിരുന്നു പഴയ പാട്ടുകൾക്ക്. എന്തായാലും അതും നിലനിൽക്കുന്നു അല്ലേ? ഈ നല്ല ഗാനത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ MD സോമശേഖർ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ അതിരു കാണാൻ കിളിഞ്ഞ എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ അതിരു കാണാൻ കിളിഞ്ഞ സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി, സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി, ഈ കിളിവാതിൽക്കൽ ഇത്തിരി നേരം നിൽക്കൂ നിൽക്കൂ സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂരക്കിണ്ണവുമായി,
സ്വാഗതം ചെയ്യുന്നു അറ്റ്ല ശുഭരാത്രിയിലേക്ക്. നല്ല പഴയകാലത്തെ പാട്ടുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് പഴയ പാട്ടുകൾക്ക് ഡിമാൻഡ് ഇല്ലെന്നാണ് നമ്മുടെ ഇന്നത്തെ അതിഥി പറയുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും, പ്രതികരിക്കാവുന്നതാണ്. ഈ പഴയ പാട്ടുകൾക്ക് എവിടെയെങ്കിലും ഒരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എന്തായാലും മാറിയിട്ടില്ല അല്ലേ? ഡിമാൻഡ് ഇല്ല എന്നല്ല, അതെന്താ പറയുക, ആ ജനറേഷനിലുള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് വളർന്ന ആളാണ്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെല്ലാം അതിനെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ എന്റെ പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ പാടുന്ന സമയത്ത് ഒരു 10% ആൾക്കാർ അതുണ്ടാവുള്ളൂ വെച്ചാൽ അവരത് ലൈക്ക് ചെയ്യുന്നു. തൃശ്ശൂര് എവിടെയാണ് വീട്? തൃശ്ശൂർ എന്റെ തറവാട് ടൗണിൽ തന്നെയാണ്, പുത്തോളായിരുന്നു. ഇപ്പൊ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് താമസിക്കുന്നു. തൃശ്ശൂർ നല്ലപോലെ സംഗീതരംഗത്ത് കുറെ നാൾ പ്രവർത്തിച്ച ഒരു വ്യക്തി 10 വർഷം മുമ്പ് പെട്ടെന്ന് സൗദി അറേബ്യക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകണമെന്നുള്ള പ്രചോദനം എന്തായിരുന്നു? അത് ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില ഇത് വരുമല്ലോ, ഘട്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ആ ഫീൽഡ് കൊണ്ട് മുന്നോട്ട് വന്നിട്ട് അങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മാറണം എന്നുള്ളൊരവസ്ഥ വന്നു, അങ്ങനെ പോയതാ. പക്ഷെ എന്നാലും അവിടെ ഇരുന്നാലും നാടാണ്, നാട്ടിലെ വേദി, കഴിഞ്ഞുപോയ വേദികൾ അത് തന്നെ വീണ്ടും തിരിച്ചു കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ പോസ് ചെയ്ത് വെച്ചോടത്തുനിന്ന് വീണ്ടും തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു വരവില് എന്തെങ്കിലും പരിപാടികളോ ശ്രമങ്ങളോ? ഇപ്പോൾ ഓഗസ്റ്റ് 15-ന് ഗുരുവായൂർ ഞങ്ങൾക്ക് നാദബ്രഹ്മ ട്രൂപ്പിന്റെ 17th ഇയർ സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്. അതൊരു 12 മണിക്കൂർ ലോക സമാധാനത്തിന് വേണ്ടിയുള്ളൊരു ഫംഗ്ഷനാണ്. ഒരു സംഗീത 12 മണിക്കൂർ. അത് ഇത്തവണ പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ പാടുന്നുണ്ട്. ഇത് 94-ൽ ഞാൻ ചെയ്യേണ്ടായി 6th ഇയർ സെലിബ്രേഷൻ. അന്ന് ആക്ച്വലി ഞാൻ തനിച്ചാ പാടിയത് 12 മണിക്കൂർ, രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 വരെ ഒറ്റയിരിപ്പിൽ തന്നെ അങ്ങനെ പാടാൻ കഴിഞ്ഞു. ഭഗവാന്റെ പാട്ടുകൾ മാത്രം 101 അത് പാടി. പിന്നെ 15th സെലിബ്രേഷൻ ഞങ്ങൾ തൃശ്ശൂർ വെച്ച് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി അർജുന മാസ്റ്ററൊക്കെ കൊണ്ടുവന്ന് ആദരിച്ചു. പിന്നെ നല്ല ഒരു കോർഡിനേറ്റർ കൂടിയാണ് അല്ലേ സംശയം? അങ്ങനെ മാത്രമല്ല അല്ല, പ്രധാനമായിട്ട് ഇപ്പൊ നമുക്ക് അവിടെയൊക്കെ നമുക്ക് കൂടുതലും നമ്മൾ പാടുന്നതിനൊക്കെ നമ്മൾ നിന്ന് ഷൈൻ ചെയ്യാന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ കുറെ പ്രതിഭകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കോർഡിനേറ്ററായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. വായിച്ചറിഞ്ഞു സൗദി അറേബ്യയിൽ ജയിലിൽ കിടന്ന ഒരു മലയാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ എന്തായിരുന്നു? അത് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ മലയാളിയാണ്, ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ആക്സിഡന്റലി ഒരവസ്ഥ വന്നു, അങ്ങനെ കിടക്കേണ്ടത്. എന്താണ് അതിന്റെ പിന്നിലെ ദുരൂഹതകളൊന്നും പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചറിയാനൊന്നും പാടില്ല, അത് അതിനുള്ള അവസ്ഥയുമില്ല. പക്ഷെ അപ്പോൾ അവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളൊക്കെ ഉണ്ട്. ഇപ്പൊ നവോദയ എന്ന് പറഞ്ഞൊരു സംഘടന വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് പേരുണ്ട്. അതിൽ നവോദയ വളരെ ആക്റ്റീവാണ്. ഇത്തരം ആൾക്കാരുടെ അവസ്ഥകൾ കണ്ടറിഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്ന്. അപ്പൊ ആ ടൈമിൽ ഈ പുള്ളിക്ക് വേണ്ടി കുറച്ച് ഫിനാൻഷ്യൽ ഇതിന്റെ ആവശ്യം വന്നു. അപ്പോൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ 2 വ്യക്തിക്കോ ഇത് എടുത്തിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമാവുന്നില്ല അവിടെ. പക്ഷെ എന്നാലും പലരും സന്നദ്ധരായിട്ടുള്ളവരുണ്ട്. പക്ഷെ അത് പല ഘട്ടങ്ങളിൽ ചെയ്തും കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഒക്കേഷൻ ഞാനങ്ങ് ഓഫർ ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിങ്ങനെ ചെയ്തുതരാം. പിന്നെ അങ്ങനെ ഞാൻ ഒരു 6 മണിക്കൂർ പാടുണ്ടായി അവിടെ തന്നെ, അതൊരു ഓഡിറ്റോറിയത്തിൽ. ഫലമുണ്ടായി. പുള്ളി പുറത്തെടുത്ത് കയറ്റി വിട്ടു. അങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ ഇപ്പൊ ഇവിടെയും ഇനിയിപ്പോൾ അടുത്ത റീസെന്റ് എനിക്കൊരു ഓഫർ ഉണ്ട്, അതുപോലെ പാടാൻ പറ്റുമോ, പാടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നത്തേക്കാ ഡേറ്റ് അറിയില്ല. ഇപ്പൊ ഇവിടെ ഒരാൾ വളരെ അത്യാസന്ന ഘട്ടത്തിൽ എൻ്റെ വളരെ അടുത്ത് സുഹൃത്തിൻ്റെ ഒരാളെ കിടക്കുന്നുണ്ട്. അതേപോലെ വളരെ മോശം സ്ഥിതിയാണ്. എന്നാൽ ഒരുപാട് ക്യാഷും വേണം ട്രീറ്റ്മെന്റിന്. അപ്പൊ ഇനി ഇവിടെയും അങ്ങനെ ഒന്നും ചെയ്തു നോക്കാൻ വെച്ചിട്ടാണ്. അംഗീകരിക്കുമെന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ചെയ്തേക്കാൻ യജ്ഞല്ലേ. അപ്പൊ യജ്ഞമാകുമ്പോൾ അത് ഗാനമാണെങ്കിലും എന്താണെങ്കിലും ആ യജ്ഞത്തിനൊരു ഫലം ഉണ്ടാവും. വളരെ സന്തോഷം. കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കേൾവി ഉണ്ടെങ്കിലും ശരി, എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു കലാകാരന്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വാക്കുകളും അനുഭവ കുറിപ്പുകളുമാണ് സോമശേഖർ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തെ നല്ല കാഴ്ചകളിലും ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ചകളിലും എല്ലാം തന്നെ അർപ്പണബോധമുള്ള ഒരു കലാകാരന്റെ കണ്ണെത്തുക, ശബ്ദമെത്തുക, രൂപമെത്തുക, ഇതെല്ലാം സാധ്യമാകുമ്പോഴാണ് ആ ദൈവിക കൃപ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.
വളരെ സന്തോഷമുണ്ട് ഈ നല്ല അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാനായി ഇവിടെ എത്തിയതിൽ. ഏത് പാട്ടാണ് ഇനി പാടുന്നത്? സലീൽ ചൗധരി സാറിന്റെ ഒരു നീ വരൂ കാവ്യദേവത എന്നൊരു പഴയ പാട്ട്. നീ ഒരു കാവ്യദേവത. ഈ മൂടൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം അല്ലേ? അതല്ലേ നല്ലത്. ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പെട്ടെന്നൊരു ഇമോഷണലായിട്ട് പോകുന്ന പോലെ ഒരർത്ഥത്തിൽ ശിവരാത്രിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇങ്ങനെ ഒരു ഇമോഷണൽ ആകുന്നൊരു മാനസികാവസ്ഥ ഉണ്ടായേക്കാം. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഘട്ടത്തിൽ. കാരണം ഒരു തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ. നമുക്കൊക്കെ മുടക്കം മാറ്റാം, നമുക്ക് സംഗീതത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നും നല്ല ഒരു മണിമുത്ത് നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നു. നീ ഒരു കാവ്യദേവത എന്നാരംഭിക്കുന്ന ആ നല്ല ഗാനത്തിലേക്ക്. നീ വരൂ കാവ്യദേവതേ, നീ വരൂ കാവ്യദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. നീ വരൂ കാവ്യദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. വിജനമീ വിഷാദഭൂമിയാകെ മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പൂ സഖി, ഇതളിൽ കണ്ണീരോ നിലാവു നീർമുത്തോ നീറുമെൻ ജീവനിൽ